ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ വേൾഡ് കപ്പിന്റെ ഫൈനലിന്റെ മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുകയാണ് ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിന് വേണ്ടിയിട്ട്. ഈ ഒരു സന്ദർഭത്തിൽ ന്യൂസിലാൻഡും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തികച്ചും എന്താ പറയുക, രണ്ട് ടീമിനും ഒരേപോലെ മേൽക്കൈ തന്നെയാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ ഈ വേൾഡ് കപ്പിന് മുന്നേ നടന്ന പരമ്പരയിൽ വളരെ നല്ല മത്സരങ്ങൾ തന്നെയായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അത് ഇന്ത്യ സീരീസ് വിജയിച്ചെങ്കിലും ന്യൂസിലാൻഡിനും അത്യാവശ്യം നല്ല മത്സര പരിചയവും കാര്യവും ഈ വേൾഡ് കപ്പിന് മുന്നേ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരുടെ പ്ലെയേഴ്സും എല്ലാവരും ഓൾമോസ്റ്റ് കൂടുതൽ പേരും ഇന്നത്തെ ആ ഒരു ടീമിൽ ഉള്ളവർ IPL മത്സരങ്ങൾ ധാരാളം ഇന്ത്യയിൽ കളിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം സുപരിചിതമാണ് ഇന്ത്യൻ ഗ്രൗണ്ടുകൾ. നമ്മൾ ഗ്രൗണ്ടുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അഹമ്മദാബാദ് ഗ്രൗണ്ട് ഒരിക്കലും ഇന്ത്യക്ക് നല്ലൊരു റെക്കോർഡുള്ള ഗ്രൗണ്ടല്ല. വളരെ മോശം റെക്കോർഡ്. 2023 വേൾഡ് കപ്പ് നമുക്ക് അതുവരെ നമ്മൾ വിജയിച്ചു വന്നിട്ട് ഫൈനലിൽ നമുക്ക് ഓസ്ട്രേലിയയുടെ മുന്നിൽ മിസ്സായത് ഈ ഒരു അഹമ്മദാബാദ് ഗ്രൗണ്ടിലായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പം ന്യൂസിലാൻഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡുമായിട്ട് നമ്മൾ ICC നോക്കൌട്ട്സിലും നമുക്ക് അത്ര നല്ലൊരു റെക്കോർഡല്ല. ഞാൻ എല്ലാം നെഗറ്റീവ് പറയുകയല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ എന്താ പറയുക, നമ്മൾ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിലും പ്രീവിയസ് മാച്ചുകൾ നോക്കൌട്ട്സിന്റെ നമ്മൾ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിലും 4 വട്ടമാണ് ICC നോക്കൌട്ട്സിൽ ന്യൂസിലാൻഡും ഇന്ത്യയും നേർക്കുനേർ വന്നിട്ടുള്ളത്. അതിൽ 3 പ്രാവശ്യം ന്യൂസിലാൻഡ് വിജയിക്കുകയും 1 പ്രാവശ്യം ഇന്ത്യ വിജയിക്കുകയും ചെയ്തു. ന്യൂസിലാൻഡ് നമുക്കെതിരെ 2000 ICC നോക്കൌട്ട് ട്രോഫി ഫൈനലിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ 2019 അത് നാം ഒരിക്കലും മറക്കില്ല. കാര്യം ആ ഒരു ടോപ്പ് ഓർഡർ നമുക്ക് തകർന്നെടുത്തുന്ന ധോനിയും ജഡേജയുടെയും ആ ഒരു മനോഹരമായ ഇന്നിങ്സിലൂടെ ഇന്ത്യ ആ ഒരു സെമി ഫൈനലിൽ നിന്ന് ഫൈനലിലേക്ക് എത്തും എന്ന് നമുക്ക് ഉറപ്പായ ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊരു ധോനിയുടെ റൺഔട്ടിലൂടെ ന്യൂസിലാൻഡിന്റെ പക്കലേക്ക് ആ മത്സരം പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ നമ്മൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ന്യൂസിലാൻഡുമായിട്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നമ്മൾ കളിച്ചു. അതിലും എന്താ പറയുക, അവര് നമ്മളെ മത്സരം നമ്മളിൽ നിന്ന് തട്ടിയെടുത്തു. ന്യൂസിലാൻഡുമായിട്ടുള്ള ആ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കപ്പടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പോയ ഒരു വ്യക്തിയാണ് ഞാൻ ആ മത്സരം ലൈവ് പോയി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിരാശയോടെ മടങ്ങി വന്നതാണ്. ഒരിക്കലും എന്നെപ്പോലെ നിരാശയായി ഒരു അഹമ്മദാബാദിൽ നിന്ന് ഒരു ഇന്ത്യൻ ആരാധകൻ പോലും പോകാനായിട്ട് ഇടവരരുത്. തീർച്ചയായിട്ടും അഹമ്മദാബാദിൽ കളി കാണുന്നവരും കോടാനുകോടി ഇന്ത്യക്കാരെയും സന്തോഷം അണിയിച്ചുകൊണ്ട് കപ്പ് സൂര്യകുമാർ യാദവിന്റെ കയ്യിൽ തന്നെ എത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.